നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന മൊഡ്യൂൾ 20 ആണ്, വുഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വില്ല് പഠിച്ചായിരുന്നു. വില്ല് എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെയാണെങ്കിൽ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റാണ് ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ അർത്ഥം വരുന്നത് ചെയ്തേനെ എന്നുള്ളതാണ് വുഡിൻ്റെ മീനിങ്, ചെയ്തേനെ. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിയേ, എൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ, ഐ വുഡ് റൈറ്റ്. ഇഫ് ഐ ഹാഡ് എ പെൻ ഐ വുഡ് റൈറ്റ്. ഓക്കെ, ഞാൻ പോയേനെ, എനിക്ക് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഗോ, ഞാൻ പോയേനെ, ഐ വുഡ് ഗോ. ഞാൻ ചോദിച്ചേനെ, ഐ വുഡ് ആസ്ക്. ഓക്കെ, ഞാൻ എഴുതിയേനെ, ഐ വുഡ് റൈറ്റ്. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കളിച്ചേനെ, എൻ്റെ കയ്യിൽ ബാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചേനെ, ഐ വുഡ് പ്ലേ. ഓക്കെ, എൻ്റെ കയ്യിൽ റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചാനൽ മാറ്റിയേനെ, ഐ വുഡ് ചേഞ്ച് ചാനൽസ്. ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഞാൻ പോയേനെ, അതായത് ഈ ഗ്രീൻ ലൈറ്റ് കത്തിയിരുന്നെങ്കിൽ ഐ വുഡ് ഗോ, ഞാൻ പോയേനെ. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. ഞാൻ വന്നേനെ, നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, ഐ വുഡ് കം. ഓക്കെ, ഞാൻ വരുമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അവർ പഠിച്ചേനെ, അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പഠിച്ചേനെ, അവരുടെ കയ്യിൽ ബുക്കില്ല അതുകൊണ്ടാണ് അവർ പഠിക്കാതിരുന്നത്. അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പഠിച്ചേനെ എന്നുള്ളതാണ് മീനിങ് കേട്ടോ. ഓക്കെ, വി വുഡ് റീഡ്, ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ വായിച്ചേനെ, പക്ഷേ ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളതാണ്. ഓക്കെ, വി വുഡ് റീഡ്. അവൻ എഴുതിയേനെ, അവൻ അതിൻ്റെ ആൻസർ അറിയാമായിരുന്നു എങ്കിൽ അവൻ എഴുതിയേനെ, ഹി വുഡ് റൈറ്റ്. ഓക്കെ, അതിൻ്റെ അർത്ഥം അവന് ആൻസർ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവൻ എഴുതാത്തത് എന്നുള്ള അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. ഷി വുഡ് ഈറ്റ്, ഇത് നല്ല മധുരമുള്ളതായിരുന്നുവെങ്കിൽ ഷി വുഡ് ഈറ്റ്, അവൾ കഴിച്ചേനെ, പക്ഷേ അത് അധികം മധുരം ഇല്ലാത്തതുകൊണ്ടാണ് അവൾ കഴിക്കാത്തത്. ഓക്കെ, മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഷി വുഡ് ഈറ്റ്, അവൾ കഴിച്ചേനെ. ഓക്കെ, എല്ലാവരും കുടിച്ചേനെ, എല്ലാവർക്കും ദാഹിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തിരുന്നു, എല്ലാവരും കുടിക്കുമായിരുന്നു. ഓക്കെ, എവരിബഡി വുഡ് ഡ്രിങ്ക്. ഓക്കെ, ബസ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഐ വുഡ് വാക്ക്, ഞാൻ നടന്നേനെ, പക്ഷേ ബസ് കിട്ടിയ ഭാഗ്യത്തിന്. ബസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് വാക്ക്. ഓക്കെ, ഞാൻ ഓടിയേനെ, ഐ വുഡ് റൺ, ഞാൻ ഓടിയേനെ, ഓടുമായിരുന്നു. ഓക്കെ, ദേ വുഡ് ജംപ്, അവർ ചാടുമായിരുന്നു അല്ലെങ്കിൽ അവർ ചാടിയേനെ. ഓക്കെ, വി വുഡ് കുക്ക്, ഞങ്ങൾ ഓർഡർ ചെയ്തു ഫുഡ് പക്ഷെ കിട്ടിയില്ല എങ്കിൽ, അതായത് നമ്മൾ ഓർഡർ ചെയ്തു പക്ഷേ ഫുഡ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വി വുഡ് കുക്ക്, ഞങ്ങൾ കുക്ക് ചെയ്യുമായിരുന്നു, ഞങ്ങൾ കുക്ക് ചെയ്തേനെ. ഓക്കെ, അവളില്ലായിരുന്നുവെങ്കിൽ ഹി വുഡ് ക്ലീൻ, ഇവൻ ക്ലീൻ ചെയ്തായിരുന്നു. ഓക്കെ, ഇവൻ ക്ലീൻ ചെയ്യുമായിരുന്നു, ചെയ്തേനെ. ഓക്കെ, ഷി വുഡ് തിങ്ക്, അവൾ ആലോചിച്ചേനെ, മറ്റാരും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവൾ ആലോചിച്ചേനെ, ഷി വുഡ് തിങ്ക്. ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്തേനെ, നീ ഡ്രൈവ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തേനെ. ഇപ്പോൾ നീ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, നീ ഡ്രൈവ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, ഐ വുഡ് ഡ്രൈവ്. ഓക്കെ, അവർ വാങ്ങിയേനെ, ഇതിന് വില കൂടിയതുകൊണ്ടാണ്, ഇതിന് വില കുറവായിരുന്നുവെങ്കിൽ അവർ വാങ്ങിയേനെ. അപ്പോൾ ഇങ്ങനൊരു സാധ്യത ആയിരുന്നുവെങ്കിൽ ഇവർ ചെയ്തേനെ എന്നുള്ളതാണ് വുഡിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഇത് സമയമെടുത്തേനെ. ഓക്കെ, ഇപ്പോൾ കുറേ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ്സ്, ന്യൂ ടെക്നോളജീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് ടൈം, ഇത് സമയമെടുത്തായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. എവ്രിബഡി വുഡ് ക്ലൈംബ്. ഓക്കെ, ആർക്കും പേടിയില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കയറുമായിരുന്നു.